ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യഥാർത്ഥ സ്റ്റോറി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആര്യനും അതുപോലെ മിത്രയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു സ്വർണത്തിൻ്റെ ചീട്ടൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. ഈ സമയം പിന്നെ ഗോമതി ആണെങ്കിൽ ബാലൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. അല്ല, ഞാൻ പറഞ്ഞ ധൈര്യമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കാര്യം നടക്കണം, എനിക്ക് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഓഫീസിൽ ഏതോ ഒരു രാഷ്ട്രീയക്കാരിയും സാമൂഹിക പ്രവർത്തകയും അങ്ങനെയൊക്കെ ആരൊക്കെയോ ചേർന്നിട്ട് മീനുവിൻ പ്രശ്നമായി എന്ന് പറഞ്ഞു. പിന്നെ മോൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നൊക്കെ ഗോമതി ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ട് ബാലൻ ഇങ്ങനെ വല്ലാതായി നിൽക്കുക. അപ്പോൾ ഞാൻ ആദ്യം കഥകിൽ തട്ടിയിട്ട് അവൾ തുറന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ചോദിച്ചു ബാലൻ. മീനാക്ഷി വിളിക്കും, ഞാൻ ചോദിക്കട്ടെ, അതെന്താണെന്ന് അറിയണമല്ലോ, അതങ്ങനെ വിടാൻ പാടില്ല. അല്ല, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ബാലൻ ഇങ്ങനെ പോകുമ്പോൾ ബാലേട്ട വേണ്ട ബാലേട്ടാ, ഇനിയിപ്പോൾ ബാലേട്ടനും കൂടെ ചോദിച്ച് അതൊന്നും അവളെ കൊണ്ട് ഓർമ്മപ്പെടുത്തണ്ട, ഒക്കെ കഴിഞ്ഞല്ലോ ബാലേട്ടാ. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നേരെ ഓഫീസിലേക്ക് ചെല്ലുമെന്ന് ബാലൻ അന്നേരം പറയാം. അന്ന് ബാലേട്ടൻ ഒറ്റയ്ക്കായിരിക്കില്ല, ഞാനും വരും കൂടെ എന്ന് നമ്മുടെ ഗോമതിയും പറഞ്ഞു. കാര്യം മീനാക്ഷി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതൊക്കെ തന്നെ ഇങ്ങോട്ട് വന്നതെങ്കിലും അവളുടെ സ്വഭാവം രീതികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു. അവളെ അങ്ങനെ വിഷമിക്കാനൊന്നും പാടില്ല, സത്യം ബാലേട്ടൻ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞപ്പോൾ ഗോമതി പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. നാളെ രാവിലെ ജോത്സ്യനെ കാണാനായിട്ട് പോവുക. ആണോ ബാലേട്ടാ? അതെ. പിന്നെ ഉദയഭാനു സാറിൻ്റെ കൂടെയാണ് പോകുന്നത്. അവിടെ ചെന്ന് പൊരുത്തം നോക്കണം എന്ന് പറയുമ്പോൾ പൊരുത്തം കാണുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. ഉണ്ടാകുമെന്നേ, മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഇത്രയ്ക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയതല്ലേ, എല്ലാ പൊരുത്തങ്ങളും കൃത്യമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു ബാലൻ. ആനന്ദനിപ്പോഴും മനംമാറ്റമൊന്നും വന്നിട്ടില്ല, വിവാഹം വേണ്ട എന്നും പറഞ്ഞു തന്നെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ആദ്യം ഞാനത് ജോത്സ്യനെ ചെന്ന് കാണട്ടെ, ബാക്കിയൊക്കെ പിന്നെ എന്ന് ഗോമതിയോട് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഒരു വല്യമ്മയാണ് കേട്ടോ. ആ വല്യമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന്, അത് വേറെ ആരുമല്ല, നമ്മുടെ ഇന്ദിരാമ്മ. ഇപ്പം നമ്മുടെ ഇന്ദിരാമ്മയായിട്ട് വന്നിരിക്കുന്നത് ആരാണെന്നറിയാം? കുടുംബവിളക്കിൽ നമ്മുടെ സരസ്വതി അമ്മയാട്ടോ. ആ അമ്മയാണ് ഈ പ്രാവശ്യം നല്ലവളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് അനന്തനും അച്യുതനും ഒക്കെ തമ്മിൽ എന്തൊക്കെയോ സ്വരച്ചേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ ഭർത്താവിൻ്റെ ഫോട്ടോയിൽ നോക്കി അങ്ങനത്തെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആകാശ് മീനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. മീനുവിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ മീനു ആണെങ്കിലും ഞാൻ ആകെ തളർന്ന് തരിപ്പണമായി പോയി എന്ന് പറയുക. ഓഫീസിൽ നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ മൈൻഡേ ബ്ലാങ്കായി ഇന്ന് ഓഫീസിൽ നിന്ന് വന്നത്. കാതിൽ ആ സ്ത്രീയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ എനിക്ക്. ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കളഞ്ഞാൽ എന്താന്ന് പോലും എനിക്ക് തോന്നിപ്പോയി എന്നൊക്കെ നമ്മുടെ മീനു ഇങ്ങനെ പറയുക. പക്ഷെ അമ്മയുടെ വാക്കുകൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ആകാശ്, എനിക്കൊരു കാര്യം മനസ്സിലായി. നമുക്കൊരു പ്രശ്നമോ പ്രതിസന്ധിയോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് അത് തന്നെയാണ് പ്രധാനം എന്നുള്ളത്. അപ്പോൾ മീനു, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, വീട്ടിലെ ബാക്കി എല്ലാവരുടെയും ബലവും ശക്തിയും ഒക്കെ അമ്മയാണ്. അച്ഛൻ പോലും ചില സമയങ്ങളിൽ നിന്റെ ഉപദേശങ്ങൾക്ക് വില തരുന്നില്ലേ എന്ന് ചോദിച്ചു. നീ തളർന്നു പോയി എന്ന് കേട്ടപ്പോൾ സത്യത്തിൽ വിഷമമല്ല, പേടിയാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞ് നമ്മുടെ ആകാശ്. പിന്നെ ഈ കുടുംബത്തിൻ്റെ ആകെ ഒരു ബലം അത് നഷ്ടപ്പെട്ടു പോയതുപോലെ ആകില്ലേ എന്ന് ചോദിച്ചു. അതെ, പക്ഷേ കുറച്ച് നേരത്തേക്ക് കൈവിട്ടു പോയ ഒരു ആത്മവിശ്വാസം എനിക്ക് തിരിച്ചു കിട്ടിയ ആകാശ്, ഞാൻ തിരിച്ചു പിടിക്കും ആകാശ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് മീനുവിൻ്റെ ഫോണിലേക്ക് മീനുവിൻ്റെ കൂട്ടുകാരി ചേച്ചിയുടെ കോള് വരുന്നത്. അപ്പോൾ കോൾ എടുത്തു. ചേച്ചി, മോളെ മീനാക്ഷി, നീ ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ചേച്ചി, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചു പോയോ ചേച്ചി? അയ്യോ അല്ല, ആ സ്ത്രീ അത്രമാത്രം ആക്ഷേപിച്ച് സംസാരിച്ചില്ലേ, മീനാക്ഷിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓഫീസിൽ വെച്ച് തന്നെ വല്ല അറ്റാക്ക് വന്ന് തീർന്നേനെന്നാ ചേച്ചി പറയാം. അപ്പം ഞാനും തീരേണ്ടതായിരുന്നു ചേച്ചി, പക്ഷേ ഇവിടെ എന്നെ അമ്മ രക്ഷപ്പെടുത്തി എടുത്തു ചേച്ചി എന്ന് നമ്മുടെ മീനു ചേച്ചിയോട് പറയാം. അപ്പോൾ എന്താ മീനാക്ഷി എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ആകാശിനോട് ഇപ്പോൾ പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരിനിയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും, നീ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ചേച്ചി പറയുമ്പം, ഇനിയേ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനാണ് ചേച്ചി ഞാൻ കാത്തിരിക്കുന്നത് എന്ന് മീനു അന്നേരം പറയുക. എന്നാലേ ഓക്കെ മോളെ, ഗുഡ് നൈറ്റും പറഞ്ഞ് ഫോൺ അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോൾ മീനുവിൻ്റെ ഈ ഒരു ശൗര്യം തിരിച്ചു കിട്ടി. അതിനിങ്ങനെ സന്തോഷത്തോടെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുക നമ്മുടെ ആകാശം. നീ എന്താ ഇങ്ങനെ നോക്കണമെന്ന് ചോദിച്ചപ്പം, എൻ്റെ മീനുവിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരി ഒരു വരവും കൂടി ഇനി ഓഫീസിലേക്ക് വരും, അതെനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞ് മീനു ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ വീട്ടിൽ അതായത് നമ്മുടെ അലോഹമൊക്കെ കൂടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കരക്കെടുത്ത് നിൽക്കുകയാണ്. ഇനി നമുക്ക് മിഥുൻ്റെ കാര്യം ആലോചിക്കാം. എനിക്ക് അയാളെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം, അത്യാവശ്യം നല്ല ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.
ഇതിനെ നമ്മുടെ കമ്പനിയുടെ പാർട്ണറാക്കുമ്പോൾ കമ്പനിക്ക് നേട്ടങ്ങളെ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അലോഹ് പറയുന്നു. അത് കേട്ടപ്പോൾ വേണ്ട അലോഹ്, ഞാൻ പറഞ്ഞില്ലേ ഈ ചർച്ച നമുക്ക് നീട്ടണ്ടെന്ന്, അതങ്ങ് വിട്ടേക്കാം, മറ്റൊരാളെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരണ്ട എന്ന് അനന്തൻ അലോഹിനോട് തർപ്പിച്ച് പറഞ്ഞു. അപ്പോൾ മിത്രയെ നമ്മൾ ഈ കമ്പനിയുടെ ഡയറക്ട് ബോർഡിൽ ഇല്ലായിരുന്നോ? എന്നിട്ടോ മിത്ര കൃഷ്ണമംഗലത്തെയും തള്ളി, കമ്പനിയെയും തള്ളി, അവളിപ്പോൾ വേറെ ഏതോ കമ്പനി ആയില്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുക അച്ഛനെ, ഈ നമ്മുടെ അച്യുതൻ. അപ്പോൾ ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ എന്തിനാ അനിയ എവിടെയും മിത്രയുടെ കാര്യം നിങ്ങൾ എടുത്തിടുന്നത്? അവളുടെ ഇഷ്ടമുള്ള ജീവിതം ജീവിക്കട്ടെ എന്ന് പറഞ്ഞു നന്ദിത. അപ്പോൾ അവൾ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, പക്ഷെ നമ്മുടെ കുടുംബത്തിന് മരിക്കുന്നത് വരെയുള്ള ചീത്തപ്പേര് തന്നിട്ടല്ലേ അവൾ പോയിരിക്കുന്നത്. എൻ്റെ മോൻ്റെ കുടുംബജീവിതം ഇല്ലാതാക്കിയിട്ടല്ലേ അവൾ പോയത്. ഇവിടുത്തെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടല്ലേ അവൾ പോയത്. ആ സാഹചര്യത്തിൽ അവളെപ്പറ്റി പറയുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ കിടന്ന് ഉറഞ്ഞു തുള്ളുമ്പം അതെ അച്ചുവേട്ടൻ പറഞ്ഞ നേരാണെന്ന് പറഞ്ഞ് രഞ്ജിനി അങ്ങോട്ടേക്ക് വന്നു. ഒരു കുടുംബത്തിനെ മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് അവളൊരു കുടുംബജീവിതം നയിക്കാൻ പോയേക്കുവാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോഴും അനന്തൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ നന്ദിതയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ അടുത്ത ദിവസം തന്നെ അവളെ പിടിച്ചേട്ടി കൊണ്ടുവന്നേനെന്നൊക്കെയാണ് അച്യുതൻ്റെ ഡയലോഗുകളും കാര്യങ്ങളും. അപ്പോൾ എന്നിട്ട് യോഗ്യനായ ഒരുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടേനേന്നൊക്കെ. നന്ദിത ഒന്നും മിണ്ടുന്നില്ല, അനന്തനും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും രാജശ്രീക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇതേ ഇപ്പോൾ വന്നിട്ടുള്ള മിഥുൻ, അവൻ നമ്മുടെ കുടുംബത്തിനോട് നല്ല സ്നേഹമുള്ളവനാ, നമുക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുന്നവനാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വല്ലിച്ച അവനെ നമ്മുടെ കമ്പനിയിൽ ചേർക്കാവെന്ന്. അപ്പം അത് വേണ്ടല്ലോ ഹേ, അത് വേണ്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഒരു കാര്യം ചെയ്യാം, അമ്മയെ വിളിക്കാം, നമുക്ക് അമ്മയുടെ അഭിപ്രായം ചോദിക്കാം എന്ന് നമ്മുടെ അനന്തം പറയുന്ന സമയത്ത് അപ്പനും മകനും അത് ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുപേരും കൂടി ഇങ്ങനെ തുറച്ച് വലിയ ഉറപ്പിച്ച് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അമ്മയെ വിളിച്ചു. അമ്മ വന്നു. എന്താ മക്കളെ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ നമ്മുടെ കമ്പനിയുടെ കാര്യമാണ്, ഈ കമ്പനിയിൽ പുതിയൊരാളെ കൊണ്ടുവരണമെന്ന് അച്യുതനും അലോഹവും പറയുന്നു. അമ്മയുടെ അഭിപ്രായം എന്താ? അപ്പോൾ ആരാ പുതിയ ആള് എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ പേര് മിഥുനെന്നാ. നല്ലയാളാ അച്ഛമ്മേ, നമ്മുടെ കുടുംബത്തിന് ഭാവിയിൽ അയാളെ പറ്റി നല്ല നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലോഹ പറഞ്ഞപ്പോൾ നന്ദിത എന്തു പറയുന്നു എന്ന് ചോദിച്ചു അമ്മ. പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത് എന്ന് നന്ദിത. അപ്പം ചേച്ചി എന്താ പറയുന്നതെന്ന് എനിക്കറിയാം, ഇന്നിപ്പോൾ മീനാക്ഷിക്കെതിരെ ഓഫീസിലുണ്ടായ കാര്യങ്ങൾ കൊണ്ടല്ലേ എന്ന് രാജശ്രീ ഇങ്ങനെ പറയുന്ന സമയത്ത് അതിനെപ്പറ്റിയാണെങ്കിലേ അത് തീരെ ശരിയായില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് അമ്മ അന്നേരം പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് ശരിയല്ലെന്ന് അമ്മ പറയുന്നേ? ഇതൊക്കെ നേരത്തെ തന്നെ നടത്തേണ്ടതായിരുന്നില്ലേ എന്ന് ഈ അച്യുതൻ അമ്മയോട് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഇവരിങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. മീനാക്ഷി അവൾ ആരാണെന്ന് അവളുടെ വിചാരം, അവളുടെ അഹങ്കാരം മുഴുവനുമേ അവസാനിച്ചു. അവൾ ഇനി തലപൊക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് ഇറക്കിക്കൊണ്ടിരിക്കുക അച്ഛനും മോനും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ ശത്രുക്കളാണ് ദേവമംഗലത്തുള്ളവർ, അവർക്കൊരു ക്ഷീണം വന്നപ്പോൾ വല്യമ്മ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ എന്ന് അലോഹി ചോദിച്ചപ്പോൾ പറയട്ടെ ചേച്ചിക്ക് ഇപ്പോൾ കൂറ് അങ്ങോട്ടാന്ന് പറഞ്ഞ് രാജശ്രീ ഇങ്ങനെ പറഞ്ഞു. അപ്പം മതി എന്ന് പറഞ്ഞ അമ്മയുടെ അവസാന വാക്ക്. അപ്പോൾ കമ്പനിയിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോഴേ ഒരു ഏക അഭിപ്രായം വേണം എന്ന് പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയുക. അപ്പം ഇത് കേട്ട് ഇവരിങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇവിടെ അത് എന്തായാലും ഇല്ല, വരട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ആലോചിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അമ്മയുടെ വാക്ക് അവസാന വാക്കായി. അതിനുശേഷം ഇവരെല്ലാവരും കൂടെ പിരിഞ്ഞു പോവുക. ഇവരെല്ലാവരും കൂടെ പിരിഞ്ഞു പോകുന്ന സമയത്താണെങ്കിൽ അമ്മ രണ്ട് ആൺമക്കളെയും വിളിച്ച് അടുത്ത് നിർത്തി. ഈ വീടിൻ്റെ ബലം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഐക്യം അതൊന്നായിരുന്നു. നിങ്ങൾക്കിടയിൽ എന്നും ഒരേ അഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാലനോടും ഗോമതിയോടും പകയുണ്ടായിരുന്നെങ്കിലും വഴിവിട്ട ഒന്നും നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. പക്ഷെ അച്യുതാ, ദേ ഇപ്പോൾ എല്ലാത്തിനും ഒരു താളം തെറ്റൽ വന്നു. എനിക്ക് ഐക്യത്തിന് ഒരു ഇത് വന്നു എന്നൊക്കെ പറഞ്ഞു. അനിയനും ചേട്ടനും ഒരിക്കലും ഇങ്ങനെ ആകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും രണ്ടായി നിൽക്കരുത്, ഒറ്റ മനസ്സോടെ വേണം മുന്നോട്ട് പോകാൻ. എൻ്റെ അനന്തനും അച്യുതനും എന്നും കഴിയണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പോൾ അച്യുതൻ ഇങ്ങനെ ഒരു വെളിച്ച ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുന്നു. അതുപോലെ തന്നെ അനന്തൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. അതെ നമ്മുടെ ഉദയഭാനു ചേട്ടനും അതുപോലെ തന്നെ ബാലനും കൂടെ പൊരുത്തം നോക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് ഇവർ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം ഈ ഇതെല്ലാം കബഡി നിരത്തി ഇവരുടെ ആ ഒരു ഇതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് കുറേ എന്തൊക്കെയോ പൊരുത്തങ്ങൾ ഒക്കെയാണെന്ന് പറഞ്ഞു. ദൈവാനുഗ്രഹം 10ൽ 10 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ബന്ധം ഈ ആര് കണ്ടുപിടിച്ചതാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചതാ തിരുമേനി എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞേ. അത് കേട്ടപ്പോൾ അത് അങ്ങനെയും വരൂ, രക്ഷകർത്താക്കളുടെ ഒരു കരുതൽ ഈ വിവാഹ ബന്ധത്തിൽ ശക്തി കൂട്ടുന്നുണ്ട് എന്നാ തിരുമേനി പറയുക. അപ്പം തിരുമേനിക്ക് അറിയാവല്ലോ, സത്യത്തിൽ ഞങ്ങളാ ആദ്യം കണ്ടത്. മക്കൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇനി കാണേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ, അവർ തമ്മിൽ കാണാതെ തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എന്നീ തിരുമേനി പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുക.
ഇനി ഒന്നും ചിന്തിക്കാനില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകാമെന്നും തിരുമേനി പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി. ഉദയഭാനു ചേട്ടനും അതുപോലെ തന്നെ നമ്മുടെ ബാലനും ഭയങ്കര സന്തോഷത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാലൻ ഇങ്ങനെ മാറി നമ്മുടെ ഗോമതിയെ വിളിക്കുക. അപ്പോൾ ഗോമതി ആകാംക്ഷയോടെ നിൽക്കുക, എന്താ പറഞ്ഞതെന്ന് അറിയാനായിട്ട്. കോൾ എടുത്തതേ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു ഗോമതി. അപ്പോൾ എല്ലാം ഉത്തമമാണെന്നും എല്ലാ ചേർച്ചയുണ്ടെന്ന് പറഞ്ഞെന്നും ബാലൻ പറയാം. പിന്നെ ഗോമതി, ഞാൻ അങ്ങോട്ട് വരാവേ, ബാങ്ക് പാസ്ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കണം, എല്ലാം ഞാൻ നേരിട്ട് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഗോമതി ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അതുപോലെ ബാലൻ വീട്ടിലേക്ക് പോരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പോൾ ആര്യനെയും മിത്രയുമാണ്. ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സ്കൂട്ടറിൽ വരുന്നു. എവിടെയോ കൊണ്ടുവന്ന് നമ്മുടെ മിത്രയെ ഇറക്കി. ഇതെവിടെ പോവും ആര്യ, കാര്യം പറയാൻ പറഞ്ഞിട്ട് ആര്യം പറയുന്നില്ല. കാര്യം പറ ആര്യാന്ന് മിത്ര പറയുന്നുണ്ട്. അപ്പോൾ നീ പണയം വെച്ച വള തിരിച്ചെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. വള തിരിച്ചെടുക്കാനോ? നീ എന്തൊക്കെയാ പറയുന്നേ? കഷ്ടമുണ്ട് ആര്യ, നമുക്ക് വേണ്ടിയല്ലേ ഞാൻ ആ വള പണയം വെച്ചത്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്ന് പറയുമ്പോൾ എന്നാലേ എനിക്കത് സന്തോഷമായിട്ടില്ല എന്ന് പറഞ്ഞു ഈ ആര്യൻ. അപ്പോൾ ആര്യ, ഇത് ശരിയല്ല കേട്ടോ. ഒരു കുടുംബത്തിൽ 2 പേർക്ക് തുല്യ അവകാശമാണ് ഉള്ളത്. ആര്യൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യാൻ എനിക്കും ഒരു അവസരം തരണ്ടേ എന്ന് ചോദിച്ചു. മിത്ര, ഇതിപ്പോൾ സ്ത്രീ പുരുഷ തുല്യതയെപ്പറ്റി തർക്കിക്കാനൊന്നുമുള്ള സമയമല്ല. നിന്റെ കയ്യിൽ കിടന്ന ഒരേ ഒരു വളയെടുത്ത് പണയം വെച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞ്, അല്ലാതെ പണയം വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ല എന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞ് ഇങ്ങനെ ആരും പറയാം. പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ് ആര്യൻ ഇങ്ങനെ മിത്രയോട് പറഞ്ഞു. മിത്രയാണെങ്കിൽ ആര്യനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കുക. പക്ഷെ അമ്പനും വില്ലിനും നമ്മുടെ ആര്യൻ എടുക്കുന്നില്ല. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്നു. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ വള പണം എടുക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പണം എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. 15 ദിവസത്തേക്ക് ആ പലിശ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ 15 പലിശ എത്രയാണെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അത് തന്നേക്കാമെന്നും പറഞ്ഞു. അപ്പോൾ പണം വേണ്ട, പണ്ടും അങ്ങോട്ടേക്ക് തന്നേക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളെന്താ ഞങ്ങളെ കളിയാക്കുകയാണോന്ന് ചോദിച്ചു. അപ്പോൾ കളിയാക്കൊന്നും അല്ല മോനെ, പണം എടുക്കാനുള്ള തുക ഇവിടെ അടച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നോക്കുക. ഞാനിന്ന് കുട്ടിയെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു, വന്ന് പണ്ടം തിരിച്ച് കൈപ്പറ്റാൻ പറയാനായിട്ട്. അപ്പോൾ ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ ആനന്ദൻ സാറ് പണം അടച്ചു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞെട്ടലോട് ഇവരിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് വേറെ ആൾ കാശിട്ടുന്നെന്ന് ചോദിച്ചാൽ ആര്യൻ. അപ്പോൾ നിങ്ങളത് സ്വീകരിച്ചല്ലേ? അതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഇത് ഞാൻ ഇഷ്യൂ ആക്കും, ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ഇങ്ങനെ പറയാം. അയ്യോ സാർ, ഞാൻ കരുതിയത് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ സന്തോഷമാകുമെന്നാ. അങ്ങനെ ആരുടെയെങ്കിലും ഔദാര്യം വാങ്ങിച്ച് സന്തോഷിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. അപ്പം അച്ഛൻ എന്തിനാ പണം അടിച്ചത്? അതൊരു നല്ല ഉദ്ദേശത്തോടെ അദ്ദേഹത്തിനോട് ഞാനതൊന്ന് പറഞ്ഞു പോയി, ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ കണ്ടോ, എടുത്ത് ചാടി ഓരോന്ന് കാണിച്ചിട്ട് അവസാനം ഒരു തലവേദന വരുന്നത് കണ്ടോന്ന് ചോദിച്ചാൽ ആര്യൻ ദേഷ്യപ്പെടുക. സാർ, എൻ്റെ അബദ്ധം, അത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചേട്ടൻ ഇങ്ങനെ ആര്യനോട് ഭയങ്കരമായിട്ട് പറയുക. അപ്പോൾ എൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ഞാനല്ലാതെ വേറെ ആളും കാശടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ചുമ്മാ കിടന്ന് അഹങ്കാരം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഈ ചേട്ടൻ പറഞ്ഞു, ഇപ്പോൾ സാറിൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് സാറിന് മാത്രമല്ല അത് വേറെ ആർക്ക് വേണമെങ്കിലും കാശ് ഇട്ട് കൊടുക്കാം, പക്ഷെ പണം എടുക്കുന്നത് വെച്ച ആൾ തന്നെ ആയിരിക്കണം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒപ്പിടിക്കുന്നു. അതിനുശേഷം ഇതൊക്കെ എടുപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം എടുപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ നിന്നിങ്ങനെ കാണിക്കാം. കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നമ്മുടെ മിത്രം നിൽക്കുമ്പോൾ ഇനി ശൂന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നെ ഓവറായിട്ട് കളിയാക്കരുത്, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ ആര്യ എന്ന് മിത്ര പറഞ്ഞു. അപ്പം ഞാൻ എന്ത് കളിയാക്കിയെന്നാ? വേണ്ട, വഴിയിൽ നിന്ന് ഇനി തർക്കവും കാര്യങ്ങളൊന്നും വേണ്ട. ഈ 50,000 രൂപ ഇനി എന്ത് ചെയ്യാൻ പോവുക എന്ന് ചോദിച്ചപ്പോൾ നിനക്ക് കോളേജിലെത്താൻ സമയമായില്ലേ, നീ കയറാൻ പറഞ്ഞു. ആര്യ പറ, ആര്യൻ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. ഈ പൈസ ആര്യൻ എന്ത് ചെയ്യാൻ പോവുക? നീ ആദ്യം വണ്ടി കയറി, ഞാൻ ബാക്കി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ ആ പൈസ മേടിച്ചുകൊണ്ട് പോവുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗോമതിയും നന്ദിതയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുക. അപ്പോൾ 4 പാടും നോക്കിയിട്ടാണ് നമ്മുടെ നന്ദിത നിൽക്കുന്നത്. അപ്പോൾ ഇരു ചെവി അറിയാതെയാണ് മിത്രയ്ക്കും ആര്യനും വേണ്ടി മിത്രയുടെ അച്ഛൻ ആ ഒരു വലിയ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഗോമതി ഇറങ്ങി വന്നു. എന്താ നന്ദിത, എന്താ വന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല ഗോമതിയെ കണ്ട് സംസാരിച്ചാലേ ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ എന്താ കാര്യം നന്ദിത, എന്താ പ്രശ്നം? അത് കേട്ടപ്പോൾ ഗോമതി ആര്യൻ്റെയും മിത്രയുടെയും കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്താ നന്ദിതേ? അത് പിന്നെ ആര്യൻ ഫുഡ് ഡെലിവറിക്ക് പോകുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം, അവിടുത്തെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ അറിയാവോ എന്നിങ്ങനെ നന്ദിത ചോദിക്കുക. ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ആയിരിക്കാനാണ് സാധ്യത, എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പൈസ തരാം, അതവർ വാങ്ങുമോ ഗോമതി? അവർ വാങ്ങുമായിരുന്നെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആര്യൻ്റെ എന്നിട്ട് സ്വഭാവ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. ഇന്നലെ മിത്ര വളം പണയം വെക്കാൻ പോയി എന്ന് അറിഞ്ഞു ഗോമതി എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞിട്ട് ഗോമതി നെഞ്ചത്ത് കൈ വയ്ക്കുക.
അപ്പോൾ അതേ ഗോമതി ഫിനാൻസിലെ ആൾ അനന്തേട്ടനെ വിളിച്ച് പറഞ്ഞു. അതറിഞ്ഞതും ഒരു മനസ്സമാധാനവും ഇല്ല. ഇത്രയും ഇതായിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കുന്ന നന്ദിതയോട് ഗോമതിയും ചൂടാവുക. അവരെന്നാലും ഒരു വാക്ക് ഇവിടെ പറഞ്ഞില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ ഫിനാൻസിൽ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാലനെ കണ്ടത് ഇവരിങ്ങനെ ഞെട്ടി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ബാലൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നന്ദിത ജീവനും കൊണ്ട് ഓടി. അപ്പോൾ ബാലൻ ഇങ്ങനെ നന്ദിതയെയും അതുപോലെ തന്നെ നമ്മുടെ ഗോമതിയെയും മാറി മാറി നോക്കുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.